ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് 10ാം സ്റ്റാൻഡേർഡിലെ 9ാം ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ടെൻസിലേക്കാണ് നമുക്കിന്ന് പോകാനുള്ളത്. ടെൻസ്. വാട്ട് ഡു യു മീൻ ബൈ ടെൻസ്? എന്താണ് ടെൻസ് എന്ന് പറഞ്ഞാൽ? യെസ്, കം ഓൺ. യെസ്, tense is the time of an action. Tense is the time of an action. There are 3 tenses. What are they? Number 1, present tense. Number 2, past tense. Number 3, future tense. There are 3 tenses: present tense, past tense and future tense. Then you have studied there are 4 subdivisions of each. ഈ എല്ലാ ടെൻസുകൾക്കും 4 സബ് ഡിവിഷനുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ആർ ദേ? നമ്പർ 1, സിമ്പിൾ. നമ്പർ 2, കണ്ടിന്യൂസ്. നമ്പർ 3, പെർഫെക്റ്റ്. ആൻഡ് നമ്പർ 4, perfect continuous. There are 4 subdivisions: simple, continuous, perfect and perfect continuous. ഈ ഓരോ ടെൻസിനും 4 സബ് ഡിവിഷനുകളുണ്ട്. പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ആകുമ്പോൾ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്കിനി ഓരോ ടെൻസിനെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അതിലാദ്യത്തേതാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. Can you say what is present simple? Yes, present simple tense is used to express a habitual action and universal truths. Present simple tense is used to express a habitual action and universal truths. Habitual action and universal truths. What is habitual action? പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഹാബിറ്റായി മാറിയത്, അല്ലെങ്കിൽ റെഗുലറായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഹാബിച്വൽ ആക്ഷൻസ് എന്ന് പറയുക. പതിവായി നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ. മറ്റൊന്ന് യൂണിവേഴ്സൽ ട്രൂത്താണ്. അതിന് മലയാളത്തിൽ പറയുക സാർവലൗകിക സത്യങ്ങളെന്ന് പറയും. ഇതാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ പഠിക്കുന്നത്. പ്രസൻറ്റ് സിമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ടെൻസിൻ്റെ ഫോം ഓഫ് വെർബ്. ഇതിൻ്റെ ഫോം ഓഫ് വെർബ്
പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുക ബേസ് ഫോം ഓർ ബേസ് പ്ലസ് എസ്. ഏതൊക്കെയാ? ബേസ് ഫോം, മറ്റൊന്ന് ബേസ് പ്ലസ് എസ്. വാട്ട് ഈസ് ബേസ് ഫോം എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോം. ഫോർ എക്സാമ്പിൾ റീഡ്, അത് ബേസാണ്. അതിൻ്റെ ബേസ് പ്ലസ് എസ് എന്ന് പറയുന്നത് റീഡ്സ്. ഗോ ബേസാണ്, ഗോസ് ബേസ് പ്ലസ് എസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുക ഐദർ ബേസ് ഓർ ബേസ് പ്ലസ് എസ്. ഇനി നമുക്ക് നോക്കാം എപ്പോഴാണ് ബേസ് ഫോം ഉപയോഗിക്കുക, എപ്പോഴാണ് ബേസ് പ്ലസ് എസ് ഉപയോഗിക്കുക. നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പേഴ്സണൽ പ്രോനൗൺസ് ഏതൊക്കെയാ? പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. These are personal pronouns. First person, second person and third person. Which are first person? I and we. That is first person. You, second person. He, she, it, they and names. These are third person. What is first person? I and we. Second person you. Third person he, she, it, they and names. Then you have studied singular and plural. What do you mean by singular? Singular denotes one and plural denotes more than one. ഒന്നിനെ കുറിക്കുന്നത് സിംഗുലർ, ഒന്നിലധികം വരുന്നതാണ് പ്ലൂറൽ എന്ന് പറയുക. ഇവിടെ എഴുതിയിരിക്കുന്ന പേഴ്സണൽ പ്രോനൗൺസിൽ ചിലതൊക്കെ ഫസ്റ്റ് സിംഗുലർ ഉണ്ട്, ചിലതൊക്കെ പ്ലൂറൽ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഉപയോഗിക്കുക ബേസ് ഓർ ബേസ് പ്ലസ് എസ് ആണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ബേസ് ഫോം ഈസ് യൂസ്ഡ് വിത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, ആൻഡ് തേർഡ് പേഴ്സൺ പ്ലൂറൽ. Third person plural. That means first person I and we, second person you and third person plural they. ഈ നാമങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ബേസ് ഫോം ഉപയോഗിക്കുന്നത്. ബേസ് പ്ലസ് എസ്ഒ, base plus s is used with third person singular. Third person singular subjects, that is he, she, it and names. Once more, base form is used with first person, second person and third person plural. Base plus s is used with third person singular subject. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, I
that is first person. I read English. Read, that is base form. We read English. You read English. They read English. I, we, you, they. First person, second person and third person plural. ഈ നാമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക ബേസ് ഫോമാണ്. ഇനി വേറൊന്ന് നോക്കാം. ഹി റീഡ്സ് ഇംഗ്ലീഷ്. ഹി തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, അതുകൊണ്ട് റീഡ് പോരാ, നമുക്ക് റീഡ്സ് ചേർക്കണം, ബേസ് പ്ലസ് എസ് ചേർക്കണം. അതുപോലെ ഷീ റീഡ്സ് ഇംഗ്ലീഷ്. ഇനി ഏതെങ്കിലും ഒരു പേര് പറഞ്ഞ്, ഒരാളുടെ പേര്. യെസ്, രാജു. രാജു റീഡ്സ് ഇംഗ്ലീഷ്. അപ്പോൾ നോക്കുക, ബേസ് ഫോം ഈസ് യൂസ്ഡ് വിത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ പ്ലൂറൽ. ബേസ് പ്ലസ് എസ് ഈസ് യൂസ്ഡ് വിത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ്. എങ്ങനെ? പ്രസൻറ്റ് സിമ്പിൾ ടെൻസിന് അതിൻ്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നത് ബേസ് ഓർ ബേസ് പ്ലസ് എസ് ആണ്. നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡ് എഴുതിയിടാം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. My father go to office by bus. ഇതിനകത്ത് ഗോ എന്ന ബേസ് ഫോം ആണ് കൊടുത്തിട്ടുള്ളത്, അത് കറക്റ്റ് ആണെന്ന് നോക്കുക. ഇവിടെ സബ്ജക്റ്റ് ഏതാ നോക്കി? മൈ ഫാദർ. മൈ ഫാദർ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, അതുകൊണ്ട് ഗോ എന്തായിട്ട് മാറണം? ഗോസ് എന്നായിട്ട് മാറണം. My father goes to office by bus. കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറേ ടൈം വേർഡ്സ് ഉണ്ട് പ്രസൻറ്റ് ടെൻസിൽ. ഞാൻ ആ ടൈം വേർഡ്സ് ഒന്ന് ബോർഡിൽ എഴുതാം. അതുകൂടി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് നന്നായി യൂസ് ചെയ്യാൻ പറ്റും. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ വരാറുള്ള ടൈം വേർഡ്സ് ഇത് നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്. യൂഷ്വലി, ഫ്രീക്വൻ്റ്ലി, ഓൾവേസ്, ജനറലി, rarely, occasionally, often, seldom, daily, every day. ഈ വേർഡ്സൊക്കെ നിങ്ങൾ നോക്കിയേ. യൂഷ്വലി പതിവായി നടത്തം വരിക. നമ്മൾ പറഞ്ഞാൽ ഹാബിച്വൽ ആക്ഷൻ, പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രസൻറ്റ് സിമ്പിൾ വരിക. അപ്പോൾ യൂഷ്വലി, ഫ്രീക്വൻ്റ്ലി, ഓൾവേസ്, ജനറലി, റെയർലി, ഒക്കേഷണലി, ഓഫൺ, സെൽഡം, ഡെയിലി, എവറിഡേ. ഇതൊക്കെ ഏതാണ്ട് റെഗുലർലി എന്ന അർത്ഥം വരുന്നതാണ്, പതിവായി എന്ന് അർത്ഥം വരുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ
ആ വാക്ക് എപ്പോഴും പ്രസൻറ്റ് സിമ്പിളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, the postman come here daily. The postman come here daily. ഈ വാക്യം ഒന്ന് കറക്റ്റ് ചെയ്ത് എങ്ങനെയാവും? നിങ്ങൾ നോക്കുക, ഇത് ഉപയോഗിച്ചിരിക്കുന്ന ടൈം വേർഡ്, ഇതിൽ ടൈം വേർഡ് ഏതാണ്? ഡെയിലി എന്നാണ്. ഡെയിലി ഡിനോട്ട്സ് പ്രസൻറ്റ് സിമ്പിൾ, പതിവായി എന്നർത്ഥം വരുന്ന വാക്കാണ്. ഇപ്പോൾ ഡെയിലി എന്നുള്ള വാക്ക് പ്രസൻറ്റ് സിമ്പിളിൽ മാത്രമേ വരൂ. ഇനി നിങ്ങൾ നോക്കട്ടെ, ഇതിൽ സബ്ജക്റ്റാണ്. ഇതിൽ സബ്ജക്റ്റ് ആരാ? പോസ്റ്റ്മാൻ. ഏത് പേഴ്സണാണ് പോസ്റ്റ്മാൻ? തേർഡ് പേഴ്സൺ സിംഗുലർ. അപ്പോൾ സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഡെയിലി എന്നുള്ളത് പ്രസൻറ്റ് സിമ്പിളിൽ മാത്രം വരുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ കറക്റ്റ് ചെയ്യാം? തേർഡ് പേഴ്സൺ സിംഗുലർ ആകുമ്പോൾ കം ബേസ് പോരാ, എന്ത് വേണം? ബേസ് പ്ലസ് എസ് വേണം. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? The postman comes here daily. The postman comes here daily. വേറെ നോക്കാം. My father usually go to office by car. ഈ സെൻറ്റൻസ് നോക്ക്. ഇതിനകത്ത് ഏതാ ടൈം വേർഡ് ഉള്ളത്? യൂഷ്വലി. യൂഷ്വലി എന്ന് പറഞ്ഞാൽ പതിവായി, പ്രസൻറ്റ് സിമ്പിളിനെ കാണിക്കുന്നു. ഇതിലെ സബ്ജക്റ്റ് മൈ ഫാദർ, ദാറ്റ് ഈസ് തേർഡ് പേഴ്സൺ സിംഗുലർ. നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? മൈ ഫാദർ യൂഷ്വലി ഗോ, ഓര പിന്നെ എന്ത് വേണം? ഗോസ് എന്നാവണം. അപ്പോൾ മൈ ഫാദർ യൂഷ്വലി ഗോസ് ടു ഓഫീസ് ബൈ കാർ. ഇതാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് പ്രസൻറ്റ് സിമ്പിളാണ്. ഇനി പ്രസൻറ്റിൻ്റെ മറ്റ് രൂപങ്ങളുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, അതേപോലെ മറ്റു ടെൻസുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അതുവരെ നിങ്ങൾ തന്നിരിക്കുന്ന ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ പഠിക്കുക. താങ്ക് യു.